അഹംഭാവത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും ദുരാത്മാവ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരുന്ന അനുസരിച്ചാലും ഈ ഈഗോ എന്ന സംഭവമില്ലേ, അതുകൊണ്ട് പ്രഭാഷകൻ പറയുവേ നീ എത്ര ഉന്നതനായാലും നീ വിനീതനാകണം. പ്രഭാഷകൻ 3:18. ശരിക്കും ലിങ്ക് എന്ന് പറഞ്ഞൊരു ചേച്ചി ഇന്ന് സാക്ഷ്യം പറഞ്ഞ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് എപ്പോഴും നമുക്ക് തരണത് എന്താണ്? ലിങ്കാണ് തരണത്. ഇപ്പോൾ Ephesians 6:12 നീ ഉന്നതങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ പടവെട്ടാൻ പറയുമ്പോൾ എങ്ങനെ പടവെട്ടും നമ്മൾ? നീ എത്ര ഉന്നതനാകുന്നുവോ നീ അത്രയും വിനയാന്വിതനാകണം. അതാണ് പ്രഭാഷകൻ 3:18. ഇപ്പോൾ Ephesians 6:12 പ്രഭാഷകൻ 3:18 ലിങ്ക് ചെയ്യണത്. കൈ ഇടിച്ച് കർത്താണ്. ദൈവമേ, തിന്മകൾക്കെതിരെ പടവെട്ടാൻ ഞങ്ങൾ എത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ജീവിത മേഖലകൾ വിനീതനാകാൻ എളിമയോട് വിശ്വസ്തയോടും ജീവിക്കാൻ വചനത്താൽ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ചത്, കൈകൾ ഉയർത്തി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന നല്ല ഭാഗം നമുക്ക് നല്ല ഭാഗമാകണമെന്ന് നിർബന്ധമില്ല. കാര്യം നല്ല ഭാഗത്തിൻ്റെ മാതൃക വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പം ഒരു വർഷം ഇവിടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ വന്നായിരുന്നു. നമ്മുടെ നാട്ടുകാരനാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ്. ആദ്യം പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ പത്രക്കാർ പറഞ്ഞ വാർത്ത എന്താണെന്നറിയാമോ? അതൊക്കെ നാട്ടിൽ വന്ന് കപ്പ തിന്നെന്നാണ് പറഞ്ഞത്. മനോരമയിലുണ്ട് ഫ്രണ്ട് പേജിൽ പ്രസിഡന്റ് കപ്പ തിന്നു വന്ന്. നമ്മൾ വല്ലവരും കപ്പ തിന്നു കഴിഞ്ഞാൽ മനോരമക്കാർ എഴുതത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം മാർപ്പാപ്പ ബസ്സിൽ സഞ്ചരിച്ചു, വാർത്തയാണത്. നമ്മൾ ബസ്സിൽ സഞ്ചരിച്ച് വല്ലവരും എഴുതത്തില്ല. അപ്പം എന്ത് സംഭവിക്കുന്നു എന്നല്ല വിഷയം. ചിലവർ ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ അത് വാർത്തയാകും. പക്ഷെ അത് അനുകരണീയമാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ വാർത്തകളും അനുകരണീയമല്ല. എന്താ കാരണം? ഇപ്പോൾ വലിയ മരങ്ങൾ ചരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും പെട്ടെന്ന്, അല്ലേ? ചെറിയ മരങ്ങൾ ചരിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയും ഈ കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടാകും, മീഡിയ പോപ്പുലാരിറ്റി കിട്ടുന്ന സംഭവങ്ങളുണ്ടാകും, അതിൻ്റെ തല്ല പ്രതിഫലം ഇരിക്കണതെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മറ്റുള്ളവർ കാണാൻ പറ്റിയിട്ട് അംഗീകരിക്കുന്ന സംഭവങ്ങളുണ്ടാകും, അതിൻ്റെ തല്ല കൃപ ഇരിക്കണത്, നല്ല ഭാഗം ഇരിക്കണത്. മറ്റുള്ളവർ കണ്ട് അംഗീകരിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അതിലാണ് നല്ല ഭാഗം ഇരിക്കണതെന്ന്. പ്രവൃത്തിയിൽ മറ്റുള്ളവർ മോശമെന്ന് പറയണത് പ്രവൃത്തിയിൽ നല്ല ഭാഗമാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈശോ പറയണത് രഹസ്യത്തിൽ അറിയുന്ന രഹസ്യം കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 6:18 മത്തായി 6:18. പരസ്യം കാണുന്ന ആൾക്കാരുണ്ട്, അത് മനുഷ്യരാണ് പ്രതിഫലം നൽകണത്. രഹസ്യം കാണുന്നതിന് പ്രതിഫലം നൽകുന്നത് ആരാണ്? പിതാവാണ്. പിതാവ് എന്തിനാണ് പ്രതിഫലം നൽകുന്നത്? അതാണ് നല്ല ഭാഗം. കൈയടിച്ച് കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ കരബലം പൂർണ്ണമായി
എന്നിട്ട് കർത്താവിന്റെ കരങ്ങൾ പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീസസ് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനങ്ങൾ കണ്ടിടട്ടെ. ആമേൻ 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 ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ആമേൻ പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മനുഷ്യർ കാണുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം മാത്രം കാണുകയും രഹസ്യമറിയുകയും ദൈവം മാത്രം പ്രതിഫലം നൽകുകയും ചെയ്യുന്ന കൃപയുടെ മാർഗത്തിലേക്ക് ആ നല്ല ഭാഗം ആരും അംഗീകരിച്ചില്ലെങ്കിലും ദൈവനാമത്തില് തിരഞ്ഞെടുത്ത് കൃപ പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകണമേ. ദിവ്യകാരുടെ സ്പർശനം നൽകണമേ. ഈശോയേ, വിവേകത്തിന്റെ ആത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ. കൈകളടിച്ചോണ്ട് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ആമേൻ ആമേൻ ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പക്ഷാവർത്തം ശ്രദ്ധിക്കട്ടെ. ഈശോ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ഉദരവേദന സുഖപ്പെടുത്തുന്ന സമയമാണ്. ദയവായിട്ട് ഊട് പൊത്തിക്കൊണ്ട് കൂടുതൽ സ്ഥലം ഊടിന് താഴെ വെക്കുന്ന രീതി കൈവെക്കുക. ഊട് കവർ ചെയ്യണം. തള്ളവിരൽ കൊണ്ട് നീ വലത് കൈയാണ് ഉപയോഗിക്കണമെങ്കിൽ തള്ളവിരൽ കൊണ്ട് ഊട് കവർ ചെയ്തുകൊണ്ട് അടിവരലിലോട്ട് കൈവെക്കുക. കർത്താവ് നിൻ്റെ ഊടിൻ്റെയും താഴേക്കുള്ള രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് സ്പിരിറ്റ്. എന്നെ ശ്രമിക്കുന്ന വിദൂര രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിദൂര സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട്, യൂട്യൂബിൽ വചനം ശ്രമിക്കുന്നവർ, ഫേസ്ബുക്കിൽ വചനം ശ്രമിക്കുന്നവരൊക്കെ രോഗികൾ, ഉദര രോഗികൾ ഊടിനതായ കൈവെക്കട്ടെ. ഈശോ 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 ഉദര രോഗികളെ ഉദര രോഗികളെ ഉദര രോഗികളെ ഈശോയുടെ നാമത്തില് ഈശോയുടെ നാമത്തില് ഈശോയുടെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 സ്തുതിയുടെ ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് കാണിക്കുന്ന അവയവങ്ങളിലൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മൂക്കിൻ്റെ വലത് ദ്വാരമാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മൂക്കിൻ്റെ വലത് ദ്വാരം, ആ കണ്ണ്, തല, അതുപോലെ തന്നെ തലയുടെ വന്ന എല്ലാ രോഗങ്ങളും, ചെവിയിൽ നിന്ന് പഴുപ്പുണ്ടാകുന്നവരുണ്ടാകാം. ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ആ ഫാർമസിയുടെ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഫാർമസിസ്റ്റാണ്. അവിടെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു. അവരെന്നിട്ട് എന്നാ ചെയ്തു, ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു. അവർക്കറിയാമായിരുന്ന മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഏറ്റവും വലിയ ഫാർമസിസ്റ്റ് നീയാണ്. നിൻ്റെ ആശീർവാദത്തിൽ ഉണ്ടാകുന്ന
എല്ലാ നേർച്ച വസ്തുക്കളെയും അവർ ഫാർമസി ആയിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ സൗഖ്യപ്പെടണം, എന്നിട്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തണം. എന്നിട്ട് മരുന്ന് വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാതെ ഉടമ്പടി തൈലം ചെവി തൊട്ടിട്ട് അവർ പ്രാർത്ഥിച്ചു. ആദ്യം 80%, പിറ്റേ ദിവസം 20% കൂടി പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് വാങ്ങിച്ച മരുന്ന് അതേ വിലക്ക് തിരിച്ച് ഓഫീസിലേക്ക് ഷോപ്പിലേക്ക് കൊടുക്കും അല്ലേ? അതുപോലെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ENTയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളെല്ലാം കൈവെക്കുക. കണ്ണ്, ചെവി, മൂക്ക്, കഴുത്ത് വരെ വെക്കുക എൻ്റെ മക്കൾക്ക്. കാര്യം അച്ഛൻ എപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഒരു രോഗമാണ് തൈറോയിഡ്, ടോൺസിലൈറ്റ്സ് രോഗങ്ങൾ, അതുപോലെ തന്നെ സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, പിൻകഴുത്തിൻ്റെ വേദനയും അത് തൈറോയിഡ് രോഗങ്ങളുള്ളവരെ ഒക്കെ കൈവെക്കുക. അത് അവർ കഴുത്തിനാണ് കൈവെക്കേണ്ടത്. പല്ലുവേദനക്കാരായാലും ശരി, മൂക്കിന് വേദനയുള്ളവരായാലും നെറ്റിക്ക് വേദനയുള്ളവർ ആ സ്ഥലങ്ങൾ കൈവച്ചുകൊണ്ട് കർത്താവ് ഇപ്പോഴേ അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ ഈ ആയിരക്കണക്കിന് സഭാവിശ്വാസികളുടെ പ്രാർത്ഥനയാൽ സാധിച്ചുകൊണ്ട് കർത്താവ് നിന്നെ സുഖപ്പെടുത്തുകയാണ്. Lord Jesus, Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, to be healed. I sign with the sign of cross, so that you will gain some of the faith Jesus. കർത്താവേ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ, ഈശോയെ സൗഖ്യപ്പെടുത്തണമേ. പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ ശ്രദ്ധിക്കുക. എന്നാ കാര്യമെന്ന് അറിയത്തില്ല. ദാറ്റ് മീൻസ് കാര്യം വിത്തൗട്ട് നോ റീസൺ, കാരണങ്ങളില്ലാതെ നാക്കിൽ നിന്ന് ചോര ഇങ്ങനെ കിരിഞ്ഞ് മേലോട്ട് വരും. ചെറുതായിട്ടേ വരത്തുള്ളൂ, പക്ഷേ ഇങ്ങനെ പെയിൻ്റ് അടിച്ച പോലെ പരന്നിരിക്കും നാക്കിലെ. ആരോഗ്യ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Thank you, Jesus. അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നാക്കിൻ്റെ ചുവടിന് 2 സ്ഥലത്തും ഇങ്ങനെ എന്തോ പരുവും കുരുവൊന്നുമല്ല, പക്ഷേ വെറുതെ ഇങ്ങനെ ചെതുക്ക് പിടിച്ചിരിക്കും. ചെതുക്കെന്ന് വെച്ചാൽ ആലപ്പുഴ ഭാഷയാണ്, നിങ്ങൾക്കറിയാവുമെന്ന് അറിയത്തില്ല. അതായത് ഇങ്ങനെ ഒരു അലിക്കത്ത് പോലെ ഇരിക്കും 2 സ്ഥലത്തേക്ക്, ഇങ്ങനെ നല്ല ഫിനിഷ്ഡ് അല്ല. അപ്പം നാക്കിൻ്റെ ചുവടിന് വന്ന ആരോഗ്യത്തെ കർത്താവ് ഈ നിമിഷം സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന Lord Jesus, I command you, in the name of Jesus Christ, to be healed. Hallelujah, praise you, Jesus. Hallelujah, hallelujah, thank you, Jesus. ഇതൊരു ചട്ടപ്പടി സാമ്പ്രദായിക പ്രാർത്ഥനയല്ല. നിങ്ങൾക്കറിയാമല്ലോ, അൽത്താരയിൽ നിന്ന് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് മുന്നിലാണ് അരികി നിൽക്കുക. കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നുണ്ട്. ആ രോഗി ആരായാലും നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സുഖപ്പെടണമെന്ന്. നിങ്ങൾ പിന്നെ മെഡിക്കേഷൻ എടുക്കാൻ ദൈവം അനുവദിക്കരുത്. അടുത്ത പ്രാവശ്യം ഡോക്ടറിനെ കാണുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയണമെന്ന്. അതിനേക്കാൾ ഉപരി നിങ്ങൾ ആ വിഷമത്തിൽ നിന്ന് മാറി നല്ലവണ്ണം ഉറങ്ങാനും ശരിക്കും ഭക്ഷണം കഴിക്കാനും മനസ്സ് സന്തോഷിക്കാനും ഒക്കെ സാധിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ബ്ലഡിലെ പ്രഷർ കുറയാൻ പ്രാർത്ഥിക്കുന്നു, ഷുഗർ കുറയാൻ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരളിൻ്റെ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അവിടെ പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, കല്ലിൻ്റെ അവയവങ്ങൾ കല്ല് മുഴകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. Lord Jesus, Lord Jesus, pour out
Jesus Christ be healed. Hallelujah, hallelujah, hallelujah. യേശുവേ സ്പർശിക്കണമേ കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. നന്ദി ദൈവമേ, ആരാധന. ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ, ആമേൻ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആമേൻ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം. കരങ്ങൾ ഉയർത്തി. സമാധാന സന്തോഷം ധാരമായ സമാധാന സന്തോഷം സംരക്ഷിക്കണം. മക്കളെ, രോഗശാന്തി പല വെറൈറ്റി ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ല? പല തരത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നിൽക്കുന്ന ഒരു വലിയ സമയമാണ്. ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം, ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് പക്ക നിങ്ങൾക്കെതിരായിരിക്കും, നിങ്ങളറിയത്തില്ല. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണങ്ങൾ പക്ക ആയിട്ട് നിങ്ങൾക്കെതിരായിരിക്കും, നിങ്ങളറിയത്തില്ല. പക്ഷെ കർത്താവ് ആ ഭക്ഷണം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് തരാതിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കാൻ നോക്കും. അതിന് രോഗശാന്തിയാണ്. രോഗശാന്തി പല വെറൈറ്റിയാണ്. ഞാൻ ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണ് പറയണത്. അതായത് ദൈവത്തിന് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡോക്ടർ, ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആയിരിക്കത്തില്ല കർത്താവ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഡോക്ടർ. നിങ്ങളുടെ രോഗം ആ ഡോക്ടറിന് ചിലപ്പോൾ ഡയഗ്നോസ് കാര്യം ഓരോരുത്തർക്കും ഓരോ അസസ്മെൻറ്റ് ഫോർമുലയുണ്ട്, ഒരു പ്രത്യേക പാത്തുണ്ട്. അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യണത്. ചില സമയത്ത് നമുക്കിപ്പോൾ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ ഉള്ള കാരണം ഡയഗ്നോസിസ് ഷാർപ്പാകുന്നുണ്ട്. ചിലപ്പോൾ ഈ ഡയഗ്നോസിസ് വേറെ നമുക്ക് കിട്ടുന്ന ഷാർപ്പ്നെസ് ആയാലും ശരി, ചിലപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വേറെയായിരിക്കും. ഇഫക്റ്റ് എന്ത് കാണുന്നുവെന്നാണ് ഡോക്ടർ പറയണത്. എന്ത് കൊണ്ടെന്നുള്ളതിന് പല റീസൺസ് ഉണ്ടാകും. അത് ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടറിന് പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് ചിലപ്പോൾ കർത്താവ് ഒരു മെഡിക്കേഷനും ഇല്ലാതെ കർത്താവ് നിങ്ങളെ സഹായിച്ചെന്ന് വരും. ആ സാഹചര്യത്തിൽ തന്നെ നിങ്ങളെ മാറ്റിക്കൊണ്ട് കർത്താവിന് നിങ്ങളെ സഹായിക്കാം. അതിൻ്റെ രോഗശാന്തിയാണ്. ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. എല്ലാ മേഖലകളെയും കർത്താവ് സ്പർശിക്കും. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത് കിഡ്നി രോഗത്തിന് വേണ്ടിയാണ്. ദയവായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിഡ്നി രോഗമുള്ളവരെ, എല്ലാവരും വെക്കേണ്ട ആ കാര്യമില്ല, ഇപ്പോൾ കിഡ്നി രോഗം ഉള്ളവർക്ക് കൈവെക്കാം. ക്രിയാറ്റിൻ കുറയാൻ വേണ്ടി, നോർമലാകാൻ വേണ്ടി, 1.3 ആകാൻ വേണ്ടി. ശ്രുതികട ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. Lord Jesus Christ, pour out his spirit. I command you, in the name of Jesus Christ, ഹല്ലേലൂയ, be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കുന്നത് നന്ദി പറയുന്നു. ക്രിയാറ്റിൻ രോഗമുള്ളവരെ കർത്താവേ നോർമലൈസ് ചെയ്ത് നന്ദി പറയുന്നു. കൂടാതെ പ്രാർത്ഥിക്കാം, ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, എല്ലാവരും മടുപ്പും കൂടാതെ പ്രാർത്ഥിക്കാം, ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. ചേർന്ന് പാടാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഓരോ ഡിസ്ചാർജ് ഉണ്ടാകുന്ന രോഗികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അതിൻ്റെ വേദന ഒന്നും മനസ്സിൽ ഉൾക്കൊള്ളണം. അതെൻ്റെ രോഗമല്ല, എനിക്ക് ബന്ധമൊന്നുമില്ലെന്ന് പറയരുത്. ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിൽ ആർക്കും ഈ രോഗമില്ലെന്ന് പറയരുത്. ഇതൊക്കെ വന്നു പോയാൽ ഉണ്ടാകുന്നതെന്ന് പറയണത് ജീവിതം അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. യാത്ര പോകാൻ ഇപ്പം ഇതിനെ വിട്ടുവിട്ട് മൂത്രം പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ രക്തസ്രാവം ഇങ്ങനെ ഇപ്പം പീരീഡ്സിന് വന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് 4 ആയി, 5 ആയി, 6 ആയി, 12 ആയി. അവരെങ്ങനെ അവർക്ക് അവിടെ സമാധാനം മൊത്തം പോകും. അതിനാൽ ഇതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കിൻ്റെ അസുഖം വരണത്,
ശരീരം മുഴുവൻ കൊരുസായി, ശരീരം ചൂടായി, തലക്ക് ഭ്രാന്തി പിടിച്ച് ഉറക്കമില്ലാണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവരനുഭവിക്കണത്. അങ്ങനെയുള്ള ഡിസ്ചാർജുകളെല്ലാം സുഖപ്പെടാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമാക്കണ കർത്താവേ, സൗഖ്യമാക്കണ കർത്താവേ, യേശുവിന്റെ നാമത്തിലെ രോഗങ്ങളെ, ഡിസ്ചാർജ് രോഗങ്ങളെ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകണേ. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യപ്പെടുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ പാടാം. പ്രിയമുള്ളവരെ, ഈശോനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അനുഭവം നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും. എപ്പോഴും ഈശോ പനി മാറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്നാളൊന്ന് സാക്ഷ്യം പറഞ്ഞ്, ഇതൊക്കെ ദൈവത്തിന് പറയാൻ പറ്റുമോ, അല്ല പനിയാ വല്ലതൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റുമോ എന്ന്. അത് അവർക്ക് അത്രയും അറിവുള്ളതിൻ്റെ, അതാണ് പ്രശ്നം. എപ്പോഴും അനുഭവങ്ങൾ എന്താണ്? അറിവിന് ആനുപാതികമായിരിക്കും. യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്താണ്? യേശു എല്ലാമാണെന്നുള്ളതാണ് അറിവ്, അല്ലേ? യേശു എല്ലാമാണ് എന്ന് പറഞ്ഞേ. അപ്പോൾ കൊളോസ്യസ് 3:11 പറയണത് യേശു എല്ലാമാണ്. ഇനി ഈശോ തന്നെ എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ പിതാവ് സമസ്തവും എന്നെ ഏൽപ്പിച്ചിരിക്കണം എന്ന് പറയും. എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് സമസ്തവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോഴും നമ്മൾ 9:10 വായിക്കുമ്പോഴേ, ലൂക്ക 9:10, എൻ്റെ പിതാവ് സമസ്തവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അധികാരമാണ്. അധികാരം പറയുമ്പോഴാണ് എല്ലാ അധികാരവും. അതിങ്ങനെ മത്തായിലേക്ക് വരുമ്പോൾ പറയും, സ്വർഗത്തിനും ഭൂമിയിലുള്ള സർവാധികാരവും എനിക്ക് നൽകിയിരിക്കണമെന്ന് പറയും. മത്തായി 28:18. അന്ന് കൊറോന്ത്യൻസ് 15:26 വരുമ്പോൾ ദൈവസമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഈശോ ഈ ഭൂമിയിൽ നീ അനുഭവിക്കുന്ന, ഇനി മനുഷ്യരാശി എക്കാലം അനുഭവിക്കാൻ പോകുന്ന എല്ലാ സങ്കടങ്ങളും രോഗങ്ങളും യേശുവിന്റെ നാമത്തിന് കീഴിലാണ്. മനുഷ്യരാശി അനുഭവിക്കുന്ന സമസ്ത ദുരിതങ്ങളും ജീവിത ഭീഷണികളും ഏറ്റെടുക്കണമേ. സൗഖ്യപ്പെടുത്തല കർത്താവേ, സൗഖ്യപ്പെടുത്തല കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ വചനങ്ങളെല്ലാം പശ്ചാത്തലത്തില് ഇനിയുള്ള നിന്റെ ജീവിത തടസ്സങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും നമ്മൾ ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിനക്ക് മക്കളില്ലാത്ത ദമ്പതികളെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളില്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്തുമാകാം? ചിലപ്പോൾ കൗണ്ടില്ലാത്തതാകാം പുരുഷന്, ചിലപ്പോൾ മൂമെൻറ്റ്സ് ഇല്ലാത്തത് വരാം, ബീജത്തിന് ഓട്ടമില്ലാത്തതാകാം, എന്തുമാകാം. ചിലപ്പോൾ ബീജ ഉൽപ്പാദനമോ അണ്ട ഉൽപ്പാദനമോ നടക്കാത്തതാകാം. ചിലപ്പോൾ ലൈംഗിക അവയവങ്ങളുടെ തന്നെ ഫ്രിജിഡിറ്റിയോ ആകാം.
മൂമെൻറ്റ്സ് ഇല്ലാത്തതാകാം, റിസപ്റ്റിവിറ്റി ഇല്ലാത്തതാകാം. ഇനി മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര അവകാശങ്ങളും കടമകളും നിർവഹിക്കാൻ ആവശ്യമായ ആവത ഇല്ലാത്തതാകാം. അതെല്ലാം നിൻ്റെ സങ്കടങ്ങളാണ്. അതുകൊണ്ടാണ് അണ്ടർ ജീസസ്, എല്ലാം യേശുക്രിസ്തുവിൻ്റെ കീഴിലാണെന്ന് പറയുന്നത്. എൻ്റെ ദൈവം, നീ പ്രാർത്ഥിക്കണം, അമ്മേ എൻ്റെ അവസ്ഥ അതാണ്, ഈശോ എൻ്റെ അവസ്ഥ ഇതാണ്, എന്നെ ഇപ്പം സ്പർശിക്കണം. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുന്ന സന്തോഷവും പോയി, ഐക്യവും പോയി, എന്തിനാണ് ജീവിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന് വ്യത്യസ്തമായ മേഖലകളിലെ സങ്കടം അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, power of the Spirit, I command you in the name of Jesus Christ to be healed. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നീ അഭിഷേകമേ, ആമേൻ. നീ അഭിഷേകം, കരങ്ങൾ വീശി, കാറ്റായി വീശണമേ, കരങ്ങൾ വീശി കാറ്റായി വീശണമേ. ചേർന്ന് പാടാം. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പേരും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക് വേണ്ടിയാണ്. ജോലിയില്ലാത്തവർ മാത്രമല്ല, സാമ്പത്തികമായ ക്ലേശങ്ങളിൽപ്പെട്ടവർ, കടങ്ങളിൽപ്പെട്ടവർ, കച്ചവടമില്ലാത്തവർ, വ്യാപാരം ചെയ്യാനില്ലാത്തവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്തവർ, കടങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളെ പറ്റിച്ച് വഞ്ചിച്ചിട്ട് പോയിട്ടുള്ളവർ, ജോലി തരാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചവർ, വിസ ഒത്തുവരാത്തവർ, ഏജൻറ്റുമാരെ കബളിപ്പിച്ചവർ, രേഖകൾ വിത്തുകളിലായി പോയിട്ടുള്ളവർ, രേഖകൾ കൈമോശം വന്നു പോയിട്ടുള്ളവർ, ഭാഗവടമ്പടി നടക്കാത്തവർ, ആ സ്ഥലം അളവിന് അനുവദിക്കാത്തവർ, അങ്ങനെ സാങ്കേതിക മാർഗങ്ങളിലെല്ലാം വിഷമിക്കുന്ന ആൾക്കാർ അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your Spirit. ആമേൻ. Command you, in the name of Jesus, be delivered. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ, നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി വളരണമേ. വിടുതലിൻ ആത്മാവേ, നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി വളരണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പേരും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. അതാത് ശരീരഭാഗങ്ങൾ കൈവയ്പിലൂടെ നൽകുന്ന സൗഖ്യം പോലെ തന്നെ കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഇടിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നെഞ്ചിൽ സമയഘടികാരം ചാർത്തി 10:8 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് പഠിക്കണമെന്നാണ് സഭയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ സമയം അമ്മയുടെ മധ്യസ്ഥയിൽ വരുന്നൊരു വിഷയമാണ്. ഉടമ്പടി പോലും സമയത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഡേറ്റുകൾ നീ ഇടുക. പലതരം ഡേറ്റ് നമുക്ക് പ്രധാനപ്പെട്ടതാകും. ചിലപ്പോൾ നിൻ്റെ നൈപുണ്യ പരീക്ഷ, ചിലപ്പോൾ നിൻ്റെ മത്സര പരീക്ഷ, OET, MOH, ഹാദ്, IELTS, അതിൻ്റെ ഡേറ്റ് ഇടുക. അതിൻ്റെ റീവാലുവേഷൻ, റീകൗണ്ടിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഇടുക. ഡേറ്റ് അമ്മയോട് പറയണം, അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ തീയതിയിൽ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ സ്ഥലമളവ്, കോടതി കേസ്, ജഡ്ജ്മെൻറ്റ്, വിധി വിസ്താരം, അങ്ങനെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇടുക.
ഇതിൻ്റെ പ്രമാണം ചെയ്യൽ, എഗ്രിമെൻ്റ് ഡേറ്റ് എക്സ്പയർ ആകുന്നത്, നിനക്ക് കടം തരാനുള്ളത്, നീ കൊടുക്കാനുള്ളത്, ആരോ ഡേറ്റ് ഓഫർ ചെയ്തിട്ടുള്ളവരെ ആ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി പറയുക, കർത്താവായി ദൈവമേ തീയതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്നവരെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ ഡേറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഈ ആരാധന ഞങ്ങൾ ആയിരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡേറ്റ് ടൈപ്പ് ചെയ്യേണ്ട സമയമാണിത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1, 2, 3 ഡേറ്റുകളുണ്ടെങ്കിൽ ആ ഡേറ്റുകളെല്ലാം ടൈപ്പ് ചെയ്ത് മാറ്റുക. എന്നിട്ട് പറയാം, പരിശുദ്ധമായ ദേവമാതാവേ, ഈ തീയതികളിൽ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് വേണ്ടിയും ഇപ്പോൾ കൃപാസനത്തിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, Lord Jesus, ഹല്ലേലൂയ. pour out your spirit. ആമേൻ.